ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. തന്റെ അനിയത്തിമാരുടെ നേർക്ക് ഒരാളും വിരൽ ചൂണ്ടരുത്, അനിയത്തിമാർ ഒരു ആപത്തിലും പെടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ ഏട്ടൻ അനിയത്തിമാരെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ സേതുവിന്റെ സ്നേഹമോ പരിചരണമോ ഒന്നും തിരിച്ചറിയാത്ത ആൾക്കാരാണ് ഋതുവും സ്വാതി. എന്നാൽ സ്വാതിക്ക് ഒരു അപകടം വരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ സ്വാതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സേതു ഈ പാടെല്ലാം പെടുന്നത്. പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? എന്നാൽ ഇന്ന് സ്വാതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല്ലവിയും സേതുവും തയ്യാറാകുമ്പോൾ വലിയൊരു ഊരാക്കുടുക്കിൽ തന്നെയാണ് അവർ ചെന്ന് വീഴാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുറച്ച് സേതു ഒരിക്കലും തൻ്റെ കുടുംബത്തെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ആ സ്നേഹവും പൂർണിമയുടെ നന്മയും എല്ലാം സേതു തിരിച്ചറിഞ്ഞപ്പോൾ ഇപ്പോൾ തൻ്റെ കുടുംബത്തിനും സഹോദരങ്ങൾക്കും വേണ്ടി മാത്രമാണ് സേതു ജീവിക്കുന്നത്. എന്നാൽ ആ അവസരം മുതലെടുത്തുകൊണ്ടാണ് സേതുവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും സേതുവിനെ തകർക്കാൻ വേണ്ടിയിട്ടുമാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത്. അങ്ങനെ പല്ലവിയെ കൊണ്ട് പല്ലവിക്ക് തന്റെ അമ്മയും അച്ഛനെയും കാണണം എന്ന് പറഞ്ഞപ്പോൾ സേതു തന്നെയാണ് പല്ലവിയെ തന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. എന്നാൽ ഇനി ഞാൻ കയറുമ്പോൾ അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും ദേഷ്യം കാണുമോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവ് കാണുമോ എന്ന് വിചാരിച്ചുകൊണ്ട് സേതു പുറത്തു നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ തന്റെ അമ്മയും അച്ഛനെയും കണ്ടു, അനിയത്തിയെ കണ്ടു. സന്തോഷത്തോടെ പല്ലവി നിൽക്കുമ്പോൾ ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇല്ല, സേതുവേട്ടൻ വന്നിട്ടുണ്ട്, എന്നാൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു പേടി കൊണ്ടാണ് വരാത്തത് എന്ന് പറയുമ്പോൾ പല്ലവിയുടെ അച്ഛനായ മാഷ് തന്നെ പോയി സേതുവിനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. സന്തോഷത്തോടെ സേതുവിനെ കൊണ്ടുവന്നു ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണ്. എന്നാൽ ഒരിക്കലും പല്ലവി ചെയ്തത് തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാം എനിക്ക് മാറി. തൻ്റെ മകളെ കുറിച്ച് ആരെന്ത് കുറ്റം പറഞ്ഞാലും നമ്മൾ വിചാരിക്കുമല്ലോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പല്ലവിയുടെ അത് നന്മയല്ല, അല്ലെങ്കിൽ ആദ്യം ശോഭയും മാഷും വിചാരിച്ചത് പല്ലവി ഒരു ആപത്തിൽ ചെന്ന് ചാടിയതല്ല അവർക്ക് പ്രശ്നം. നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ ചുറ്റിനുമുള്ളവർ എന്ത് പറയും, അവരെന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത് പലരും. ഇപ്പോൾ അവരുടെ സ്വന്തം മക്കളുടെ കാര്യമല്ല, അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ സന്തോഷമല്ല, സ്വന്തം മക്കളുടെ ആ ജീവിതമല്ല അവർക്ക് പ്രധാനം. അതാണെങ്കിൽ പോലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അവരുടെ മുന്നിൽ നാണം കടേണ്ടി വരത്തില്ലേ, കുടുംബത്തിന്റെ മഹിമ പോകത്തില്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത്. അത് ആ ഒരു ചിന്ത തന്നെയാണ് ഇവിടെ പല്ലവിയുടെ അമ്മയ്ക്കും അച്ഛനും ആദ്യം ഉണ്ടായിരുന്നത്. പല്ലവിയെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു ടെൻഷൻ കാരണമാണ് പല്ലവി പല്ലവി പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാകാതെ ഇറക്കിവിട്ടത്. പക്ഷെ ഇപ്പോൾ അവർ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ പല്ലവിക്കൊപ്പം സേതു ആണ് ഒപ്പം ഉള്ളത് എന്നിവരെ അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ അതിനെപ്പറ്റിയൊക്കെ ശോഭ സംസാരിക്കുകയാണ്. എന്തായാലും രണ്ടുപേർക്കും വേണ്ടിയിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് പല്ലവിയുടെ ഫോണിൽ ഒരു കോൾ വരുവാണ്. പരിചയമില്ലാത്ത നമ്പറാണ്. കോൾ എടുത്തപ്പോൾ ഇന്ദ്രനാണ്. ഇന്ദ്രൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഔട്ടിങ്ങിന് പോയിരിക്കുവാണല്ലേ, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, അപ്പോൾ ആ സംശയങ്ങൾ ഞാൻ നേരിട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് സ്വാതി എന്തായാലും പൊന്നുമടത്തിൽ കാണുമല്ലോ, സ്വാതിയെ പോയി കാണാം, സംസാരിക്കാം, എന്നിട്ട് അവളോട് ഈ സംശയങ്ങൾ ചോദിച്ച് തിരിച്ച് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ സ്വാതിയെ കാണാൻ വേണ്ടിയിട്ട് പൊന്നുമടത്തിലോട്ട് വരുവാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ കോൾ കട്ട് ചെയ്യുവാണ്. എന്നാൽ ഇത് ഉടനെ തന്നെ പല്ലവി സേതുവിനെ അറിയിച്ചു. പക്ഷേ ഒരു കാരണവശാലും ഇന്ദ്രൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. പിന്നാലെ പല്ലവിയും പോയി. അപ്പോൾ അവരുടെ മനസ്സിലെന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ എൻ്റെ മകൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വന്നത്. എന്നാൽ അവൾക്ക് സന്തോഷത്തോടെ ഒരു തരി വെള്ളം കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ. അങ്ങനെ നേരെ അവര് പാഞ്ഞ് പൊന്നുമടത്തിന്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇന്ദ്രനും അതേ സമയം തന്നെ എത്തി. ഇന്ദ്രൻ വന്ന് കാറ് നിർത്തി നോക്കുമ്പോൾ സേതുവും പല്ലവിയും കൂടി കാറും കൊണ്ട് പാഞ്ഞു വരുവാണ്. അങ്ങനെ നേർക്ക് നേരെ അവരിങ്ങനെ നിൽക്കുവാണ്. ഉടനെ തന്നെ ഇന്ദ്രൻ പല്ലവിയുടെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് എനിക്കറിയാം നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം, എന്നാൽ എൻ്റെ സംശയം ഞാൻ സ്വാതിയോട് ചോദിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്വാതിയുടെ വീട്ടിൽ ഞാൻ പോകും, സ്വാതിയുടെ ബെഡ്റൂമിൽ ഞാൻ പോകും, എന്നിട്ട് അവളോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സേതുവിന് ദേഷ്യം വന്നു. നീ ആ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ കാലിനെ ഞാൻ അടിച്ചൊടിക്കും എന്ന് ദേഷ്യത്തോടെ സേതുവും പറഞ്ഞു. അങ്ങനെ സേതു ദേഷ്യത്തിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി. കാറിന്റെ അകത്ത് സേതു തന്നെ ഒരു കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു.
ആ കമ്പി എടുത്തുകൊണ്ട് ദേഷ്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ തന്നെ പേടിച്ചുകൊണ്ട് ഇന്ദ്രൻ കാറെടുത്തോണ്ട് പോയി. യഥാർത്ഥത്തിൽ വീട്ടിലോട്ട് വരാനായിട്ടല്ല, അവരെ സമാധാനമില്ലാതെ അവരുടെ മനസ്സമാധാനം കളയണം. സേതുവും പല്ലവിയും സന്തോഷത്തോടെ ഇരിക്കാൻ പാടില്ല. തന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയതിന്, തന്നെ ഇത്രത്തോളം ഉപദ്രവിച്ചതിന് നിങ്ങളുടെ മനസ്സമാധാനം ഞാൻ കളയും. അതിന് ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ദ്രൻ വന്നത്. അപ്പോൾ ദേഷ്യത്തിൽ സേതുവിനും സഹിക്കാൻ പറ്റില്ല, കമ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് സേതു പോയി. എന്നാൽ കമ്പിയൊക്കെ പല്ലവി തന്നെ അതെടുത്ത് കാറിലൊക്കെ ഇട്ടിട്ട് പല്ലവിക്കും സങ്കടം തോന്നി. കാരണം ഒരു നിമിഷം പോലും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും പല്ലവിക്കുണ്ട്. പക്ഷേ ഇന്ദ്രൻ ഇന്ന് വീടിന്റെ മുറ്റത്ത് വരെ വന്ന ആ ഒരു നിമിഷം ഒരിക്കലും സേതുവിന് മറക്കാൻ പറ്റുന്നില്ല. സേതു അങ്ങനെ ആലോചിച്ച് രാത്രി പുറത്ത് നിൽക്കുമ്പോൾ പല്ലവിയും വരുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും തനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ സേതു തൻ്റെ സങ്കടം പറയുമ്പോഴാണ് പല്ലവി പറഞ്ഞത്, ഒരിക്കലും ഞാനാണ് ഇതിന് ഉള്ള കുറ്റക്കാരി. ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ദ്രൻ ഇത്രത്തോളം സേതുവിന്റെ ശത്രുവായിട്ട് മാറിയത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് പല്ലവി പറയുമ്പോൾ, നീ അങ്ങനെ ഒളിച്ചോടേണ്ട ആവശ്യമില്ല പല്ലവി, പല്ലവിയെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും നേടാനില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു പ്രശ്നത്തിന് എന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ പല്ലവിയും തീരുമാനിച്ചു. പക്ഷെ അവന്തിക കൂടെ നിന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അങ്ങനെ അച്ഛനെ വിളിച്ചു. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശരി ഞാൻ നിൽക്കാം, പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പല്ലവിയും സേതുവും കൂടി റൂമിനകത്ത് പോകണം. റൂമിനകത്ത് പോയതിനു ശേഷം പതുക്കെ സ്വാതി കാണാതെ സ്വാതിയുടെ ഫോണിൽ നിന്നും നമ്പറും എല്ലാം ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് അവരുടെ കോണ്ടാക്ട് നശിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അവരെ ഈ രണ്ടുപേരെ തകർക്കാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. ശരി നോക്കാം. അങ്ങനെ അച്ഛൻ്റെ പിന്നാലെ സേതു പല്ലവിയും പോയി. ഈ റൂമിനകത്ത് കയറുമ്പോൾ ഋതുവും നമ്മുടെ സ്വാതിയും സുഖ ഉറക്കത്തിലാണ്. ഉടനെ തന്നെ അവർ രണ്ടുപേരും കട്ടിലിൻ്റെ അടിയിൽ കയറി, കട്ടിലിൻ്റെ അടിയിലല്ല, സ്വാതിയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഋതു ഉറക്കം എണീറ്റു. അപ്പോൾ ആരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പല്ലവിയും സേതുവും കൂടി അവരുടെ കട്ടിലിൻ്റെ അടിയിൽ കയറിയത്. എന്നിട്ട് ഫോൺ നോക്കിയപ്പോൾ സ്വാതിയും ഇന്ദ്രനും കൂടി ഒരുപാട് ചാറ്റ് ചെയ്യുന്നത് കണ്ടു. ചാറ്റ് ചെയ്തിട്ടുണ്ട്, ആ മെസ്സേജൊക്കെ നോക്കി. എന്നിട്ട് അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുവാണ്. നമ്പറും ബ്ലോക്ക് ചെയ്തു, എല്ലാം ഡിലീറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചു. അതിനുശേഷം അവര് ഇനിയിപ്പോൾ ഋതു ബാത്റൂമിൽ പോയത് കൊണ്ട് തന്നെ ഋതു തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങണം. എന്നാൽ മാത്രമേ ഇവർക്ക് ഈ സേതുവിനും പല്ലവിക്കും റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ കാത്തിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്വാതിയുടെ ഫോണിൽ ഒരു കോൾ വന്നു. അപ്പോൾ പെട്ടെന്ന് ശബ്ദം കേട്ടോടനെ തന്നെ സ്വാതി ഉറക്കം എണീക്കുകയാണ്. പെട്ടെന്ന് അവർ കോൾ കട്ട് ചെയ്തെങ്കിൽ പോലും സ്വാതി ശബ്ദം കേട്ടു. ഒന്നും അറിയാതെ അച്ചുവും കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നാൽ ഉറക്കം എണീച്ചിട്ട് സ്വാതി അവിടെ ഫോണെല്ലാം നോക്കുന്നുണ്ട്, പക്ഷെ ഫോൺ കാണാനില്ല. ഋതു വന്നു. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നിന്റെ ഫോൺ അവിടെ എവിടെയെങ്കിലും കാണും, നീ കിടന്ന് ഉറങ്ങുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് സ്വാതി തയ്യാറായില്ല. ഈ കട്ടിലിൻ്റെ അടിയിൽ ആരോ ഉണ്ട് എന്ന് സ്വാതി പറയുമ്പോൾ ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ അച്ചു ഋതു നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. എന്നാൽ നീ ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല ഋതു, നീ നോക്കാൻ പാടില്ല, ഞാനിവിടെ ചേച്ചി ഉള്ളപ്പോൾ നീ എന്തിനാ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവാണ് നേരെ കട്ടിലിൻ്റെ അടിയിലെല്ലാം നോക്കുന്നത്. പക്ഷെ അവിടെ കാണാനില്ല, അവിടെ ആരെയും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ഇല്ല, നിനക്ക് തോന്നിയതാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ, നിന്റെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് രാവിലെ തപ്പിയെടുക്കാം, നീ എന്തായാലും കിടന്ന് ഉറങ്ങ് എന്ന് പറഞ്ഞ് കിടന്നതാണ്. എന്നാൽ ഋതുവിന് ഈ ഒരു റൂമിൽ നമ്മളല്ലാതെ വേറെ ആരുടെ പ്രസൻസ് തോന്നുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, വേറെ ആരോ ഈ റൂമിലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഋതു തന്നെ കട്ടിലിൻ്റെ അടിയിൽ നോക്കുവാണ്. കട്ടിലിൻ്റെ അടിയിൽ നോക്കുമ്പോൾ പല്ലവിയും സേതു അവിടെ കിടക്കുന്നുണ്ട്. അത് കണ്ട് ഭയങ്കര ഷോക്കായിട്ടാണ് ഋതു നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? വലിയൊരു പ്രശ്നമാണ് നടന്നിരിക്കുന്നത്. ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് സ്വാതിയും ഋതുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു സേതുവോ പല്ലവിയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കാഴ്ചയും കൂടി കാണുമ്പോൾ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ പൊന്നുമുടത്തിൽ നടക്കും? അതോ ഇനി ഈ പ്രശ്നം സോൾവ് ആക്കാനായിട്ട് പല്ലവിക്കും സേതുവിനും സാധിക്കുമോ? അത് മാത്രമല്ല ഇന്ദ്രന്റെ പിടിയിൽ നിന്നും തന്റെ അനിയത്തിയായ സ്വാതിയെ രക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ? ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ. ബൈ.